1.5 വർഷത്തോളം പൂക്കോട്ടുംപാടത്ത് ഭീതി പരത്തിയ കരടി ഒടുവിൽ കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കരടി അകപ്പെട്ടത്. എണ്ണയും നെയ്യും ഭക്ഷിക്കാനെത്തുന്ന കരടിക്കായി അമ്പലമുറ്റത്ത് കെണിയൊരുക്കുകയായിരുന്നു. കരടിയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. The complete family wedding, Lumika Wedding, Calicut Road, Chammar. Opening soon. Fancy and footwear. പൂക്കോട്ടുംപാടം തോൽപ്പാറ ജനവാസ മേഖലയിൽ 1.5 വർഷത്തോളം ഭീതി പരത്തിയ കരടി ഒടുവിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കുടുങ്ങി. എണ്ണയും നെയ്യും തേടിയെത്തിയ കരടി കൊമ്പൻകല്ല് ചിറമ്മൽ കുടുംബക്ഷേത്രാങ്കണത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കുടുങ്ങിയത്. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ കെണിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ട് നാട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലായതായി കണ്ടത്. ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചു. നിലമ്പൂർ സൗത്ത് DFO ജി ധനിക്ലാലിന്റെ നേതൃത്വത്തിലുള്ള വനമധികൃതർ സ്ഥലത്തെത്തി കരടിയെ പരിശോധിച്ചു. പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ നെടുങ്കയം വനം സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റി. ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം കരടിയെ ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടുമെന്ന് നിലമ്പൂർ സൗത്ത് DFO ജി ധനിക്ലാൽ പറഞ്ഞു. ഈ മേഖലയിൽ സ്ഥിരമായിട്ട് ജനവാസ മേഖലയിൽ കരടി ഇറങ്ങിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ നാട്ടുകാർ കുറച്ചു കാലം മുമ്പ് തന്നെ ഇതിനു വേണ്ടി കുറച്ചു കാലം ഇതിന് കൂട് വെച്ചിട്ട് കുറച്ചധികം കാലമായി ചീഫെല്ലാം ബന്ധപ്പെടുന്നതോടുകൂടി കുറച്ചധികം കാലം കൂട് വെച്ചാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാണ് ഇന്ന് അത് കൂട്ടിക്കൊടുക്കും. അതിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചേരം പരിശോധിച്ചിട്ട് ഉൾക്കാട്ടിലേക്ക് തുറന്നു. ജീവന് ഭീഷണിയായി മാറിയ കരടിയെ കെണിയിലാക്കാൻ മാസങ്ങളോളം പരിശ്രമിച്ച വനംവകുപ്പ് ജീവനക്കാരോട് നന്ദി അറിയിക്കുന്നതായി വാർഡംഗം VK ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. നമ്മുടെ ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു കരടിയാണ്. അപ്പോൾ അത് ജനവാസ മേഖലയിലേക്ക് വളരെ ഭീഷണിയാണ്. ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഭീഷണിയാണ്. രാവിലെ നടക്കുന്നവർക്ക് ടാക്സിക്കാർക്കൊക്കെ ബുദ്ധിമുട്ട്, ജനപ്പെട്ടിക്കാർക്കൊക്കെ. ഏതായാലും ഇന്ന് നമുക്കതിനൊരു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കൂട് വെച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അഭിലാഷ് സാറോടൊക്കെ എല്ലാവരും നമ്മോട് പൂർണ്ണ സഹകരണം ഉണ്ടായതുകൊണ്ട് ഈ കൂടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അമ്പലങ്ങളിൽ സ്ഥിരം കയറുന്ന ഈ കരടിയെ ഇന്ന് കൂട്ട് കയറി. കവളമുക്കട്ട, ഒളർവട്ടം, കൊമ്പൻകല്ല്, TK കോളനി ഭാഗങ്ങളിൽ 1.5 വർഷമായി കരടി ഭീതി പരത്താൻ തുടങ്ങിയിട്ട്. റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച വിവിധ കർഷകരുടെ നിരവധി തേൻപെട്ടികൾ കരടി തകർക്കുകയും തേൻ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ നിരവധി വഴിയാത്രക്കാരുടെ മുന്നിലും അകപ്പെട്ടു. അന്ന് തന്നെ കൂട് സ്ഥാപിച്ചെങ്കിലും കരടി കുടുങ്ങിയില്ല. ഇതിനിടയിൽ വീണ്ടും പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ചു മടങ്ങുക പതിവായതോടെയാണ് അമ്പലമുറ്റത്ത് കെണിയൊരുക്കിയത്. കേരള വിഷൻ, നിലമ്പൂർ.